Magic morning. ഞാൻ audible ആണല്ലോ. Hello. Yes, ma'am. Magic morning. Yes, audible. Audible ആണ് ma'am. എല്ലാവരും നല്ലൊരു മെഡിറ്റേഷൻ ഒക്കെ കഴിഞ്ഞ് നിങ്ങൾ പുഞ്ചിരിയോട് കൂടെയാണ് മെഡിറ്റേഷൻ നിന്ന് പുറത്തു വന്നിട്ടുള്ളത്. സോ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം തന്നെ അങ്ങനെ ആവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാൻ പോകുന്നത് JCA ഇന്ത്യ സോൺ ട്രെയിനറും അതുപോലെ തന്നെ ബി ബെസ്റ്റ് സർട്ടിഫിക്കറ്റ് ട്രെയിനർ ആയിട്ടുള്ള സൗമ്യ മാം ആണ് ചെയ്തിട്ടുണ്ട്. മാമിന്റെ ടോപ്പിക് വരുന്നത് മൈ ലൈഫ് ആണ്. വോയിസ് ബ്രേക്ക് ആകുന്നുണ്ട്. സോറി, എനിക്കിവിടെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ട്. ഞാൻ സൗമ്യ മാം. യെസ്. ഓക്കെ മാം, സ്റ്റാർട്ട് ചെയ്തോളൂ. ഓക്കെ, താങ്ക് യു മുഫീദ മാം. ഓഡിബിൾ ആണല്ലോ അല്ലേ? ഹലോ, അതെ മാം, ഓഡിബിൾ ആണ്. ഓഡിബിൾ ആണ്. ഓക്കെ, താങ്ക് യു. എന്തായാലും ആദ്യം തന്നെ ഇന്നത്തെ സുദിനം മനോഹരമായ ഒരു സുപ്രഭാതം നമുക്ക് തന്ന പ്രപഞ്ച ശക്തിയോട് എല്ലാവിധത്തിലുള്ള സ്നേഹവും നന്ദി അറിയിച്ചുകൊണ്ട് തുടങ്ങാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. താങ്ക് യു. ഹിദായ എന്നുള്ള മാമിന്റെ നിന്നാണ് മെഡിറ്റേഷൻ ടൈമിലാണ് ഞാൻ കയറിയത്. വളരെ ഒരു 15 മിനിറ്റ്സ് വളരെ നമ്മളെ ഒരു വേറെ ഒരു ലോകത്തേക്ക് കൊണ്ടുപോയ ആ ശബ്ദത്തിനോടും ആ മെഡിറ്റേഷനോടും കൂടെ നന്ദി അറിയിക്കുന്നു. ഒപ്പം ഇങ്ങനെ ഒരു അവസരം തന്ന ബി മാജിക് എന്നുള്ള പ്ലാറ്റ്ഫോമിൽ ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിലും നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. എന്റെ വിഷയം എല്ലാരും കണ്ടിരുന്നോ? ഇന്ന് എന്ത് വിഷയമാണ് എന്ന് കണ്ടിരുന്നോ? റെസ്പോണ്ട് ചെയ്യാം കണ്ടിരുന്നെങ്കിൽ. ടോപ്പിക് വിഷയം കണ്ടിരുന്നെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. കണ്ടിരുന്നു മാം. അൺഹാപ്പി. കണ്ടിരുന്നു. എന്തായിരുന്നു മാം ടോപ്പിക്? ഹാപ്പി ലൈഫ്. ഹാപ്പി ലൈഫ്. ഹാപ്പി ലൈഫ്. താങ്ക് യു സോ മച്ച് ഷാമിനി മാം. അപ്പോ ഹാപ്പി ലൈഫ് അല്ലെ, സന്തോഷമുള്ള ഒരു ജീവിതം ജീവിക്കാനാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഈ കഴിഞ്ഞ 2024 മാർച്ച് 20 നമ്മുടെ WHO അതായത് വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് പ്രകാരം നമ്മുടെ 143 രാജ്യങ്ങളില് ഒരു സർവേ നടത്തിയതിന്റെ പ്രകാരത്തില് നമ്മുടെ ഇന്ത്യ എത്രാമത്തെ റാങ്കിലാണ് നിൽക്കുന്നതെന്ന് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഓക്കെ, താങ്ക് യു. നോ എന്ന് പറഞ്ഞ് ചാറ്റ് ചെയ്തിട്ടുണ്ട്. എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ ദ റെസ്പോൺസ് ഷാമിനി മാം. എനിബഡി എൽസ്? ഇനി ആർക്കെങ്കിലും നമ്പർ ഓർമ്മയില്ല, ഒരുപാട് പിന്നിലാണ്. എങ്ങനെ? 100ന്റെ മേലാണോ? 100ന്റെ മുകളിലാണ്. നല്ലൊരു ഗസിംഗ് ആണ്, കറക്റ്റ് ആണ്. വേറെ ആർക്കെങ്കിലും? താങ്ക് യു സോ മച്ച് അബ്ദുറസാഖ് സർ, മണി സർ, വീഡിയോ ഓൺ ചെയ്ത് മുന്നിലിരിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. ഇല്ല എന്നാണ് റെസ്പോൺസ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ 143 രാജ്യങ്ങളിലെ ഒരു സർവേ എടുത്തപ്പോ അതിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 126 നമുക്ക് സന്തോഷിക്കാം. എന്താണ്, 143 അല്ലല്ലോ, അതിലും മുകളിലാണ്, 123. എന്നാൽ അതില് 1ാം സ്ഥാനം റാങ്കിങ്ങിൽ വന്നിട്ടുള്ളത് ഫിൻലൻഡ് ആണ്. അപ്പോ നമ്മള് ഇന്നത്തെ ടോപ്പിക് തന്നെ ഹാപ്പി ലൈഫ്.
നമുക്ക് സന്തോഷവാന്മാരാവണമെങ്കിൽ അല്ലെങ്കിൽ സന്തോഷവതികളാവണമെങ്കിൽ എങ്ങനെയാണ് നമുക്കൊരു ഹാപ്പി ലൈഫ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുക? നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യാം. എങ്ങനെയാണ് നമ്മൾ ഹാപ്പി ആണ് എന്ന് പറയുന്നത്? യെസ്, ഷാമിൽ നമ്മൾ ഒന്ന് unmute മറ്റുള്ളവരെ ചെയ്തിട്ടുണ്ട്. അക്സെപ്റ്റ് ചെയ്യാൻ മെന്റലി ഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, മറ്റുള്ളവരെ അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. താങ്ക് യു സോ മച്ച് ഷാമിനി മാം. വേറെ ആരോ എന്തോ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞ ഫിസിക്കലി, മെന്റലി, ഫിനാൻഷ്യലി, സ്പിരിച്വലി ഫിറ്റ് ആണെങ്കിൽ നമ്മൾ ഹാപ്പിയാണ്. വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട് എങ്കിലും ഫിനാൻഷ്യലി എല്ലാ രീതിയിലും നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുമ്പോന്നാണോ സർ? അതെ അതെ, എല്ലാത്തിലും നമ്മൾ ഇൻഡിപെൻഡന്റ് ആകുമ്പോൾ ഫ്രീഡം കിട്ടുന്നു. യെസ്, ഓഫ് കോഴ്സ്. ഫിസിക്കലി ഫിറ്റ് ആവണം, ഫിസിക്കലി നമ്മൾ ഫിറ്റ് ആയിരിക്കണം, ഫൈനാൻഷ്യലി ഫിറ്റ് ആയിരിക്കണം, മെന്റലി ഫിറ്റ് ആയിരിക്കണം. യെസ്, വരുമ്പോ താങ്ക് യു നമ്മൾ സോ ഹാപ്പി. മച്ച്. താങ്ക് യു സോ മച്ച് ബഷീർ സർ. ഏകദേശം നമ്മുടെ ഇതിനോട് കണക്ട് ആയിട്ട് വന്നിട്ടുണ്ട്. മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ഫ്രം എവറി കോർണർ എന്ന് ദിവ്യ മാം ചാറ്റ് ബോക്സ് യൂസ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു. പീസ് ഓഫ് അപ്പോ മൈൻഡ്, സോറി, പീസ് ഓഫ് മൈൻഡ്. പീസ് ഓഫ് മൈൻഡ് അല്ലെ, മനസ്സിന്റെ ഒരു സമാധാനം, ശാന്തത. യെസ്, ഓക്കെ, താങ്ക് യു. എന്തായാലും താങ്ക് യു സോ മച്ച് ഓൾ ഓഫ് യു ഫോർ ദ റെസ്പോൺസ്. താങ്ക് യു. അപ്പൊ നമ്മള് ഇപ്പൊ മെഡിറ്റേഷൻ ചെയ്തപ്പോ തന്നെ കുറെ കാര്യങ്ങൾ അതിൽ മെൻഷൻ ചെയ്തിരുന്നു. എന്താണ്? ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളത്. അതുപോലെ നമ്മൾ ഫോർഗീവ്നെസ് അല്ലെ, എല്ലാത്തിനോടും ഒരു ഫോർഗീവ്നെസ് ഉണ്ടാവുക എന്നുള്ളത്. അൺകണ്ടീഷണൽ ലവ്, പ്രാക്ടീസ് സെൽഫ് കെയർ, സെൽഫ് ലവ്. ഇതൊക്കെ നമുക്ക് ഹാപ്പി ലൈഫ് ഉണ്ടാക്കാനുള്ള പോസിബിൾ ആയിട്ടുള്ള വേസ് ആണ്. ഇതിലൂടെ എല്ലാം നമുക്ക് അതുപോലെ ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. എപ്പോഴും എന്തൊരു ചാലഞ്ച് ഉണ്ടെങ്കിലും നമുക്കത് നമ്മുടെ ഒരു ഓപ്പർച്യൂണിറ്റി ആണ്, എന്റെ ഒരു അവസരമാണ് എന്ന് നമുക്ക് അതിനെ കരുതി നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്കൊരു ഒരു കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ ലൈഫിൽ കോൺഫിഡൻസ് ഉണ്ടാവുമ്പോൾ തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനും അത് നമ്മളെ ഹാപ്പി ആക്കി വെക്കാനും എപ്പോഴും നമ്മളെ സഹായിക്കാറുണ്ട്. പിന്നെ ഒരു കാര്യമാണ് ബിൽഡ് സ്ട്രോങ് ആൻഡ് മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഒരു 5 AM ക്ലബ് എടുത്താൽ തന്നെ ഇവിടെ ഇപ്പൊ ഇന്ന് 29 പേര് എന്നോടൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ രാവിലെ ഏർലി മോർണിംഗിൽ എഴുന്നേറ്റ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വരുന്നതിലൂടെ നമുക്ക് ഒരുപാട് റിലേഷൻഷിപ്സ് കിട്ടുന്നുണ്ട് അല്ലെ? യെസ് ഓർ നോ? Yes, ma'am. യെസ്. Yes, ma'am. ഇന്നത്തെ താങ്ക് യു. അപ്പോ നമുക്ക് അത് ഒരു നമ്മുടെ റിലേഷൻഷിപ്പ് നമ്മൾ ബിൽഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഹാപ്പി ആയിട്ട് ലൈഫിനെ കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അതുപോലെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, നമ്മൾ എപ്പോഴും നമ്മുടെ ലൈഫിൽ എല്ലാത്തിനോടും യെസ് പറയാൻ പഠിച്ചവരാണ്. നോ പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ വ്യക്തി എന്നെ നോക്കിക്കാണുക, അല്ലെങ്കിൽ എന്റെ ആ ഒരു റിലേഷൻഷിപ്പ് അവിടെ ബ്രേക്ക് ആവുമോ, അങ്ങനെയുള്ള ഭയം കൊണ്ട് പലപ്പോഴും നമ്മൾ യെസ് പറയാറുണ്ട്. എന്നാൽ നമുക്കത് ചെയ്യാൻ സാധിക്കാത്ത സന്ദർഭങ്ങളിൽ നമ്മളായാലും നമ്മുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ അവിടെ ഒരു വിള്ളൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ ഉണ്ടാക്കിയെടുക്കേണ്ട ഒരു ഹാബിറ്റ് കൂടെയാണ് സ്റ്റാർട്ട് സേയിങ് നോ എന്നുള്ളത്. ലേൺ സേ ഹൗ ടു സേ നോ എന്നുള്ളത്. അത് ഹേർട്ട് ചെയ്യുന്ന രീതിയിലല്ല, എന്നാൽ നമ്മൾ കൺവിൻസ്ഡ് ആവുന്ന രീതിയിൽ നമ്മൾ നോ പറയാൻ കൂടെ പഠിക്കേണ്ടതിന്റെ ആവശ്യകതയുണ്ട്. അതേപോലെ ഫോക്കസ് ഓൺ ദ പ്രസന്റ് അല്ലെ, മൈൻഡ്ഫുൾനെസ് ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള കാര്യമാണ്. അതായത് നമ്മൾ ആയിരിക്കുന്ന നിമിഷത്തിൽ ജീവിക്കാനും അതിൽ സന്തോഷം കണ്ടെത്താനും ശ്രമിക്കുക. ഇപ്പൊ രാവിലെ നമ്മൾ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് 5:30 to 5:45 നമ്മൾ എന്തിനു വേണ്ടി മാത്രമാണ്? മെഡിറ്റേഷന് വേണ്ടി മാത്രമാണ്. നമ്മൾ അതിൽ ഫുള്ളി ഇൻവോൾവ് ആവുമ്പോഴാണ് നമുക്ക് ആ ഫുൾ ഹാപ്പിനെസ് നമുക്ക് കിട്ടുക. റൈറ്റ്? അപ്പോ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഹാപ്പി ആയിട്ടിരിക്കാൻ സഹായിക്കും. എനിക്ക് തോന്നുന്നു ബഷീർ സാറാണ്. ബഷീർ സാർ പറഞ്ഞു, എല്ലാ രീതിയിലും നമ്മൾ ഇൻഡിപെൻഡന്റ് ആവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഹാപ്പി ആവുന്നത് എന്ന് പറഞ്ഞു. ഒരു പോയിന്റ് ബഷീർ സാർ. അതിലേക്കാണ് ഇനി നമ്മൾ കടക്കാൻ പോകുന്നത്. കഴിഞ്ഞ ഒരു ദിവസം ഞാന് നെന്മാറയിൽ നിന്നാണ് വരുന്നത്. നെന്മാറ വെടിക്കെട്ടൊക്കെ അതിനൊക്കെ ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് നെന്മാറ വല്ലങ്ങി വേല. അപ്പൊ നെന്മാറയില്, അതായത് നെല്ലിയാമ്പതിയുടെ താഴ്വരയിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ ഇവിടെ തന്നെ ഒരു ഫേമസ് ആയ ഒരു ഗാർഡൻ ഉണ്ട്, ഡാം ഉണ്ട്, പോത്തുണ്ടി ഡാം എന്നുള്ളത്. അപ്പൊ പോത്തുണ്ടി ഡാമില് ഇങ്ങനെ കുതിര സവാരി ഇപ്പോ കുറച്ചായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോ ഞങ്ങള് മക്കള് എന്നോട് പറഞ്ഞു നമുക്ക് അതിൽ കേറാന്ന്. അപ്പൊ കേറാനുള്ള ഒരു തയ്യാറെടുപ്പില് നോക്കുമ്പോ കുതിര നല്ല കൊഴുത്ത്
തടിച്ച നല്ല ഒരു ഭംഗിയും നല്ല ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു കുതിരയായിരുന്നു ആ കുതിരവണ്ടി നയിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ വളരെ സന്തോഷത്തോടു കൂടെ കുതിരവണ്ടിയിൽ കയറി. അപ്പോ കുറച്ച് ദൂരം പോയപ്പോ യാത്രക്കിൽ എന്തോ ഒരു അത്ര സ്മൂത്ത് അല്ലാത്ത പോലെ ഒരു ഫീൽ, എന്തോ ഒരു അപാകത, ഒരു കംഫർട്ട് അല്ല എന്നുള്ള ഒരു തോന്നല്. അപ്പോഴാണ് ആ കുതിരവണ്ടിക്കാരൻ കുതിരവണ്ടി അവിടെ നിർത്തി അദ്ദേഹം ആ ചക്രത്തിലേക്ക് നോക്കുന്നത്. ചക്രത്തിൽ നോക്കുമ്പോ ചക്രത്തിൽ അവിടെ ഒരു വെട്ടുകൊണ്ട പോലെ, അല്ലെങ്കിൽ അവിടെ ഒരു ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ചക്രമല്ല അതിനുണ്ടായിരുന്നത്. അപ്പോഴാണ് നമുക്ക് ആ ഒരു ചിന്തയുണ്ടായത്, കുതിര എത്ര ശക്തിയുള്ളതാണെങ്കിലും, എത്ര പവർഫുൾ ആണെങ്കിലും, എത്ര സുന്ദരനാണെങ്കിലും, കുതിര എത്ര ശക്തിയുള്ളതാണെങ്കിലും ചക്രം നല്ലതല്ലെങ്കിൽ നമുക്ക് ആ കുതിര സവാരി എന്ന് പറയുന്നത് അത്ര മനോഹരാവില്ല. അല്ലേ മണി സർ? അല്ലേ? അതെ. അപ്പോ സാറ് വീഡിയോ ഓൺ തീർച്ചയായും ചെയ്ത് സപ്പോർട്ട് ശരിയാണ്. വരുന്നുണ്ട്. അതുകൊണ്ട് സർ പ്ലീസ്. തീർച്ചയായും ശരിയാണ്. തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തിന്റെ ജീവിതം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം നമുക്കറിയാം പ്രശസ്തനായ, താങ്ക് യു സോ മച്ച് ദിവ്യ മാം, ദിവ്യ ദിനോജ് മാം വീഡിയോ ഓൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് അറിയാം നമ്മുടെ ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. അദ്ദേഹം ഫേമസ് ആയ ഒരാളാണ് അല്ലെ. പക്ഷെ അദ്ദേഹത്തിന്റെ അവസാനം എടുത്തു നോക്കുകയാണെങ്കിൽ അദ്ദേഹം ഒരു റെയിൽവേ സ്റ്റേഷനിൽ കടന്നുകൊണ്ടാണ് അദ്ദേഹം മരണം സ്വീകരിക്കുന്നത്. അതായത് എത്ര പ്രശസ്തി ഉണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ അവസാനം എന്ന് പറയുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ സാധാരണ ഒരു മനുഷ്യനായിക്കൊണ്ടായിരുന്നു അദ്ദേഹം മരണം കൈവരിച്ചത്. അപ്പോ പറയാൻ ആഗ്രഹിക്കുന്നത്, ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു സക്സസ്ഫുൾ ബാലൻസ്ഡ് ലൈഫ് നമുക്ക് വേണമെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു 8 കാര്യങ്ങളെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോ അതിൽ ഒന്നാമത്തെ കാര്യമാണ് കരിയർ. ഒന്നാമത്തത് കരിയർ. അതായത് നമ്മൾ പലപ്പോഴും നമ്മൾ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതെയോ ആയിരിക്കും നമ്മുടെ കരിയർ ചൂസ് ചെയ്യുന്നത് അല്ലെ. സാഹചര്യങ്ങൾ കൊണ്ട് ചിലപ്പോ എത്ര പേർക്ക് പറയാം ഞാൻ ഇഷ്ടപ്പെട്ട എന്റെ പാഷൻ തന്നെയാണ് എന്റെ കരിയർ എന്ന് പറയാൻ പറ്റുന്ന എത്ര പേര് പ്ലാറ്റ്ഫോമിലുണ്ട്? ഒന്നില്ലെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്യാം, അല്ലെങ്കിൽ ചാറ്റ് ബോക്സ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് പറയാം. ഞാൻ ചെയ്യുന്നത് എനിക്കിഷ്ടമുള്ള തൊഴിലാണ് മാം. യെസ്, എന്താണ് മാം ചെയ്യുന്നത് ഷാനി മാം? ഞാനൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്താണ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. മണി സർ മീൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ സർ, എന്താണ് ചെയ്യുന്നത്? ഞാൻ ഇപ്പൊ റിട്ടയർഡ് ആണ്, പക്ഷെ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഒരു ബാങ്കിങ് ലൈനിലുള്ള ജോലിയാണ്. ആയിരുന്നു. ഓക്കെ, താങ്ക് യു സോ മച്ച് സർ. അബ്ദുൾ റസാഖ് സർ ഞാൻ ഇട്ടിട്ടുണ്ട്. സർ ഷെയർ ചെയ്യാമോ സർ? സർ എന്താ ചെയ്യുന്നത്? ഞാൻ അക്യുപഞ്ചറിസ്റ്റാണ്. താങ്ക് യു. അപ്പോ ഇപ്പൊ ഇവിടെ 29ഓളം ആളുകൾ ഉണ്ടെങ്കിലും അതിൽ വളരെ ചുരുക്കം പേരാണ് അവർ ഇഷ്ടപ്പെട്ട കരിയർ ചെയ്യുന്നത് അല്ലെ. അപ്പോ വളരെ പ്രധാനമാണ്, ഒന്നില്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ നമുക്ക് കിട്ടണം, അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതായ പ്രൊഫഷനിൽ നമ്മൾ 100% ഹാപ്പി ആയിരിക്കണം എന്നുള്ളതാണ്. റൈറ്റ്. അപ്പോ കരിയർ നമ്മൾക്ക് ചൂസ് ചെയ്യാം. നമ്മൾ ചൂസ് ചെയ്തുകൊണ്ട് നമുക്ക് കരിയർ ചെയ്യാം. ബഷീർ സർ ഇട്ടിട്ടുണ്ട് മീ. ഓക്കെ, താങ്ക് യു. എന്താണെന്ന് ഷെയർ ചെയ്യാമോ സർ? ബഷീർ സർ. സിന്ധു മാഡം, ഓക്കെ, താങ്ക് യു. കൂടുതൽ ആളുകളും ഇഷ്ടപ്പെട്ട പ്രൊഫഷൻ ചെയ്യുന്നു എന്നുള്ളതിൽ സന്തോഷമുണ്ട്. ഇപ്പൊ ഞാൻ ഇവിടെ ഇന്നിരിക്കുന്നത് ഒരു ട്രെയിനർ എന്നുള്ള ലേബലിലാണ് നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഒരു പ്രവാസി സഹകരണ സംഘത്തില് അഡ്മിനിസ്ട്രേഷനിലുള്ള വ്യക്തിയാണ്. ഒപ്പം എന്റെ ഒരു പാഷനാണ് ന്യൂസ് റീഡിംഗ് എന്നുള്ളത്. അപ്പൊ ഞങ്ങളുടെ നെന്മാറയിലെ ലോക്കൽ ചാനലിൽ ഞാൻ ന്യൂസ് റീഡിംഗ് ചെയ്യുന്നുണ്ട്. ഒപ്പം എന്റെ പാഷനാണ് ട്രെയിനർ എന്നുള്ളത്. അപ്പോ അതും ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട ഒരു കരിയർ അല്ല നമ്മുടേതെങ്കിൽ പോലും നമുക്ക് ചോയ്സുകൾ ഉണ്ട്. അതിനോടൊപ്പം നമുക്ക് നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനും നമ്മുടെ പാഷൻ എന്താണെന്ന് തിരിച്ചറിഞ്ഞ്, ഓക്കെ, സിന്ധു മാം അംഗനവാടി ടീച്ചറാണെന്ന് പറഞ്ഞിട്ടുണ്ട്, അത് ഇഷ്ടമുള്ള ജോബാണെന്ന് പറഞ്ഞു. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും ചാറ്റ് ബോക്സ് യൂസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് നമ്മുടെ കരിയർ എങ്ങനെയായിരിക്കണം എന്ന് ചൂസ് ചെയ്യണം. ഒപ്പം തന്നെ നമുക്ക് ഇഷ്ടമുള്ള പാഷൻ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ കാര്യമാണ് കരിയർ എന്ന് പറയുന്നത് വ്യക്തമായിട്ട് പ്ലാൻ ചെയ്യാനും അതിനെ എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള കാര്യം നമ്മൾ ചെയ്യണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യമാണ് ഹെൽത്ത്.
നമ്മളെല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ 5 മണിക്ക് അല്ലെ 5:15 കയറുന്ന വ്യക്തികളാണ് നിങ്ങൾ എല്ലാവരും. അപ്പൊ നമ്മൾ ആ സമയത്ത് എഴുന്നേൽക്കുക എന്ന് പറയുന്നത് തന്നെ ആരോഗ്യപരമായ ഒരു കാര്യമാണ്. ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മൾ ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ലെങ്കിൽ പോലും നമ്മുടെ മൈൻഡും ആരോഗ്യവും എല്ലാം ആ ഒരു നല്ല ഒരു പോസിറ്റീവിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ വലിയൊരു കാര്യമാണ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഹെൽത്ത് നല്ല പോലെയുള്ള ഒരു ആരോഗ്യം നമുക്ക് ഉണ്ടാവണമെങ്കിൽ നമുക്കറിയാം റെഗുലർ ആയിട്ടുള്ള എക്സസൈസ് ഉണ്ടാവണം, നമുക്കൊരു നല്ല ഹെൽത്തി ഫുഡ് സ്റ്റൈൽ ഉണ്ടാവണം, നമ്മുടെ നല്ല ആരോഗ്യ ഭക്ഷണത്തിൽ നമ്മുടെ ആരോഗ്യം അല്ലെ, നമ്മൾ കഴിക്കുന്നത് എന്താണ് അതാണ് നമ്മുടെ ആരോഗ്യം, ഭക്ഷണമാണ് നമ്മുടെ ആരോഗ്യം. അപ്പൊ ഭക്ഷണം നമ്മൾ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് നമുക്ക് ചൂസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എന്താണ് എന്റെ ശരീരം ആവശ്യപ്പെടുന്നത് എന്ന് നോക്കിയിട്ട് നമ്മുടെ ഫുഡ് ചൂസ് ചെയ്യാനുള്ള ഒരു മൈൻഡ് സെറ്റ് നമുക്ക് ഉണ്ടാവണം. ഇപ്പൊ ഫസ്റ്റ് വൺ ഈസ് കരിയർ, സെക്കൻഡ് വൺ ഈസ് ഹെൽത്ത്, ആൻഡ് ദ തേർഡ് വൺ ഈസ് റിലേഷൻഷിപ്പ്. നമ്മൾ പറഞ്ഞു നമ്മുടെ ബന്ധങ്ങൾ അല്ലെ, നമ്മുടെ ബന്ധങ്ങൾ മനോഹരമല്ലെങ്കിൽ നമ്മൾക്ക് ഒരിക്കലും എത്ര നല്ല കരിയർ ഉണ്ടെങ്കിലും നല്ല ആരോഗ്യം ഉണ്ടെങ്കിലും നല്ല അർത്ഥവത്തായ ബന്ധങ്ങൾ ഇല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഹാപ്പി ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ ദിവ്യ മാം? നോ അല്ലെ. അപ്പോ സ്ട്രോങ് മീനിങ് റിലേഷൻഷിപ്സ് ഉണ്ടാക്കണം എന്ന് പറയുന്നത്. ലിയോ ടോൾസ്റ്റോയ് അദ്ദേഹത്തിന്റെ കഥ പറഞ്ഞപ്പോ അദ്ദേഹം പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിന്റെ കുടുംബജീവിതം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് അത്ര നല്ലതല്ലാത്തത് കൊണ്ടാണ് അദ്ദേഹത്തിന് അവസാന സമയത്ത് അദ്ദേഹത്തിന് റെയിൽവേ സ്റ്റേഷനിൽ ജീവിതം അവസാനിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായത്. റിലേഷൻഷിപ്പിൽ നമ്മൾ മെഡിറ്റേഷനിൽ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിൽ വേണ്ട 3 കാര്യങ്ങളാണ് അൺകണ്ടീഷണൽ ലവ്. ഇന്ന് നമ്മൾ എല്ലാത്തിനും കണ്ടീഷനാണ്. അൺകണ്ടീഷണൽ ലവ് ഉണ്ടാവുക എന്നുള്ളത് റിലേഷൻഷിപ്പിൽ വലിയ ഒരു ഫാക്ടറാണ്. അതേപോലെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്. ഇത്രയും നല്ല ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായതിൽ, നല്ല ഒരു അച്ഛന്റെയും അമ്മയുടെയും മോനായി ജനിച്ചതിൽ നമുക്ക് ഉണ്ടാവണം ഗ്രാറ്റിറ്റ്യൂഡ്. നമുക്ക് അല്ലെങ്കിൽ വൈഫ് ഇത്രയും മനോഹരമായ ഒരു പാർട്ട്ണറുകളെ സമ്മാനിച്ച നല്ല മക്കളെ കിട്ടിയ നമുക്ക് ഉണ്ടാവണം ഒരു പാരന്റ് എന്നുള്ള നിലയിൽ ഗ്രാറ്റിറ്റ്യൂഡ്. നല്ല വർക്കിംഗ് അറ്റ്മോസ്ഫിയർ കിട്ടിയെങ്കിൽ അന്നത്തെ കൂടെയുള്ള നമ്മുടെ കോവർക്കേഴ്സിന് നല്ലതാണെങ്കിൽ അതിനും നമുക്ക് വേണം ഗ്രാറ്റിറ്റ്യൂഡ്. അങ്ങനെ എല്ലാ മേഖലയിലും നമ്മുടെ റിലേഷൻഷിപ്സിൽ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം, അൺകണ്ടീഷണൽ ലവ് ഉണ്ടാവണം, ആൻഡ് ദ മോസ്റ്റ് തിങ് ഈസ് ഫോർഗീവ്നെസ്. ഹലോ പറയുന്നേ. ഹലോ സോറി ഫോർ ദ ഇന്ററപ്ഷൻ, സോറി. അപ്പോ നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടാവണം. അതിനോടൊപ്പം വേണ്ട ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിങ് ആണ് ഫോർഗീവ്നെസ്. ഒരു റിലേഷൻഷിപ്പ്, ഏത് റിലേഷൻഷിപ്പും ആവട്ടെ, അത് നല്ല ഒരു റിലേഷൻഷിപ്പായിട്ട് എൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് ഫോർഗീവ്നെസ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് വി ഓൾ ആർ നോട്ട് പെർഫെക്റ്റ് അല്ലെ. ഒരു മനുഷ്യനും പെർഫെക്റ്റ് ആണെന്ന് പറയാൻ കഴിയോ? നെവർ. അപ്പോ ഇൻഡിവിജ്വൽ ആസ് എന്നുള്ളത് നമ്മൾ പഠിക്കേണ്ട കാര്യം. അപ്പൊ നമ്മൾ പറഞ്ഞു കരിയർ, ഹെൽത്ത്, ദെൻ തേർഡ് വൺ ഈസ് റിലേഷൻഷിപ്പ്, ആൻഡ് ദ ഫോർത്ത് വൺ ഈസ് വെൽത്ത്. ഓഡിബിൾ ആണല്ലോ അല്ലെ? ദ ഫോർത്ത് വൺ ഈസ് വെൽത്ത്. എന്റെ കൗമാരത്തിൽ ഞാൻ വിചാരിച്ചിരുന്നു പണമാണ് എല്ലാം എന്ന്. എന്നാൽ ഇന്ന് എന്റെ വാർദ്ധക്യത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു പണം തന്നെയാണ് എല്ലാം അല്ലെ. നമ്മള് വെൽത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ പല ധാരണകൾ ഉണ്ടാവാം, നല്ലതായിരിക്കാം, അല്ലാത്തതുമാവാം. പണം കൂടുതലായാൽ അപകടമാണ്, അധികമായാൽ പ്രശ്നങ്ങൾ കൂടുതലാണ്, കൂടുന്നതനുസരിച്ച് നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അങ്ങനത്തെ കുറെ നമ്മുടെ നെഗറ്റീവ് തോട്ട്സുകൾ ഉണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, നമുക്ക് ജീവിക്കണമെങ്കിൽ ഏത് കാലഘട്ടത്തായാലും ഈ പറഞ്ഞ പോലെ കൗമാരത്തിലായാലും വാർദ്ധക്യത്തിലായാലും എപ്പോഴായാലും നമുക്ക് പണം ഒരു മുഖ്യം തന്നെയാണ്. അപ്പൊ വെൽത്ത് വൈസിൽ നമ്മൾ ഹാപ്പി ആണോ, ഓക്കെ ആണോ എന്ന് നമ്മൾ തീർച്ചയായിട്ടും നമ്മളത് ഓർക്കേണ്ട കാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള നിലപാടുകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. സോ ഫസ്റ്റ് വൺ ഈസ് കരിയർ, ദ സെക്കൻഡ് വൺ ഈസ് ഹെൽത്ത്,
The third one is relationship, and the fourth one is wealth. And the fifth one is അഞ്ചാമത്തെ കാര്യമാണ് മെന്റൽ ഹാപ്പിനെസ്. നമുക്കറിയാം IQ എന്ന് മാറി നമ്മൾ ഒരു EQ കാലഘട്ടത്തിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇമോഷണൽ കോഷൻ, നമ്മുടെ വൈകാരികത, നമ്മൾ ഒരു സാഹചര്യം വരുമ്പോൾ എങ്ങനെയാണ് അതിനെ കൈകാര്യം ചെയ്യുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, നമ്മൾ ഹാപ്പി ആണ് എന്ന് പറയാൻ പറ്റുള്ളൂ. ആൻഡ് ദ സിക്സ്ത് വൺ ഈസ് ഇന്റലക്ച്വൽ. അതായത് നമ്മൾ പുതിയ കാര്യങ്ങൾ നമ്മൾ എപ്പോഴും നമുക്ക് മണി സാർ റിട്ടയർഡ് ലൈഫ് എൻജോയ് ചെയ്യുന്ന ആളാണ് അല്ലെ സർ? അപ്പോ സാർ റിട്ടയർഡ് ലൈഫില് സാറിന്റെ ലൈഫിൽ ചെയ്യാൻ പറ്റാത്ത എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പൊ ചെയ്യുന്നുണ്ടോ സർ? അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നുമില്ല. സാധാരണ റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, റിലേഷൻഷിപ്പ് ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ സമയം ചെലവാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ ബ്രേക്ക് ആയി പോയിട്ടുണ്ട് തോന്നുന്നു. നെറ്റ്വർക്കിന്റെ ചെറിയ പ്രശ്നമുണ്ട് തോന്നുന്നു. ഹലോ, am I audible? കേൾക്കാം. നല്ല മഴയായതുകൊണ്ട് നെറ്റ്വർക്കിന് ഭയങ്കര പ്രശ്നമാണ്, അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ്. സോറി ഫോർ ദ ഇന്ററപ്ഷൻ. റോസ്ലിൻ മാമിനോടായിരുന്നു ചോദിച്ചത്. മാം ആൻസർ എന്തെങ്കിലും പറഞ്ഞിരുന്നോ? മാം എന്തെങ്കിലും ഈ അടുത്തിടെ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം ഉണ്ടായിട്ടുണ്ടോ റോസ്ലിൻ മാം? ലേണിംഗ് ഡിസബിലിറ്റിയുടെ ഒരു കോഴ്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ. പുതിയ കാര്യങ്ങൾ പഠിക്കുന്ന സമയത്ത് എങ്ങനെയാണ് മാഡം, നമ്മൾ ഹാപ്പി ആക്കാറുണ്ടോ നമ്മളേത്? തീർച്ചയായിട്ടും ഉണ്ട്. മനസ്സിന് നല്ല സന്തോഷമാണ് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത്. മാം ഇഷ്ടപ്പെട്ടിട്ട് അത് ആ കോഴ്സ് ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു ഹാപ്പിയാണ് അല്ലെ? അപ്പൊ മെന്റലി കഴിഞ്ഞ് നമ്മൾ പറയുന്നത് ഇന്റലക്ച്വൽ, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ശ്രമം, അത് എന്തും ആവട്ടെ, പുതിയ കാര്യങ്ങൾ അറിയാനായിട്ട് നമ്മൾ സന്നദ്ധരാകുമ്പോൾ അത് നമ്മളെ തീർച്ചയായിട്ടും ഹാപ്പി ആക്കാനായി ശ്രമിക്കും. ദിവസവും എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം. അത് നമ്മളെ തീർച്ചയായും ഹാപ്പി ആക്കിക്കൊണ്ടിരിക്കും. ആൻഡ് സെവൻത് വൺ ഈസ് മെന്റൽ കഴിഞ്ഞു, ഇന്റലക്ച്വൽ കഴിഞ്ഞു. അടുത്ത പോയിന്റ് ആണ് സോഷ്യൽ. സോഷ്യലി നമ്മൾ, അതായത് സാമൂഹ്യപരമായിട്ട് നമുക്ക് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട് നമ്മുടെ സമൂഹത്തിന് വേണ്ടി. അത് ചെയ്യുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഹാപ്പി ആവാറുണ്ട്. ഞാനിപ്പോ ഇവിടെ നിൽക്കുന്നത് ഒരു JCIയുടെ സോൺ ട്രെയിനർ, അതുപോലെ VBESTന്റെ സർട്ടിഫൈഡ് ട്രെയിനർ എന്നാണ്. JCI എന്ന് പറയുന്ന ജൂനിയർ ചേംബർ ഇന്റർനാഷണൽ ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് ഞങ്ങളുടെ ഒരു മെയിൻ ഏരിയയാണ്. അതായത് നമുക്ക് സമൂഹത്തിന് വേണ്ടി എന്ത് കൊടുക്കാൻ കഴിയും. അപ്പൊ നമ്മൾ നമുക്കറിയാം വി ആർ ഹ്യൂമൻസ് ആർ നമ്മള് ഹ്യൂമൻസ് എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ് അല്ലെ? സമൂഹത്തിനോട് പ്രതിബദ്ധത ഉണ്ടാവണം നമുക്ക് എപ്പോഴും. അപ്പൊ സമൂഹത്തിന് വേണ്ടി, സമൂഹ നന്മയ്ക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നുള്ളത് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളെ അത് ഹാപ്പി ആക്കും. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സ്പിരിച്വൽ. സ്പിരിച്വൽ എന്ന് വിചാരിക്കുമ്പോൾ നമ്മളൊക്കെ ഇപ്പോൾ തന്നെ ആത്മീയതയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അങ്ങനത്തെ ഒരു മീനിങ് അല്ല. സ്പിരിച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശന്നിരിക്കുന്ന ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കുന്നത് ഇറ്റ്സ് ഓൾസോ എ സ്പിരിച്വാലിറ്റി.
ഹലോ. എനിക്ക് സൗമ്യ മാം പറഞ്ഞ പോലെ നെറ്റ്വർക്ക് ഇഷ്യൂ ഉള്ളതുകൊണ്ടായിരിക്കാം. മാം കേൾക്കാവോ? കട്ടായി വരും. ഇവിടെ കറണ്ടും ഇല്ല. കറണ്ട് ഇല്ല. Yes, മാം മ്യൂട്ടാണ് കേട്ടോ. യെസ് ഇപ്പൊ കേൾക്കാവോ? കേൾക്കാം പറഞ്ഞോ. ഞാൻ ഒന്ന് വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും കറണ്ടിന്റെ ചെറിയ പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഞാൻ വീഡിയോ ഓഫ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോറി ഫോർ ദ ഇൻകൺവീനിയൻസ് അഗെയിൻ. അപ്പോ നമ്മള് കുറെ കാര്യങ്ങൾ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള നമ്മുടെ പ്രാക്ടീസുകൾ ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഇനി ഫോക്കസ് ചെയ്യേണ്ട 8 മേഖലകളെ കുറിച്ചാണ് ഇന്ന് പറഞ്ഞത്. ഒരു വീലായിട്ട് നമ്മുടെ ലൈഫിനെ എടുക്കുമ്പോൾ അതിൽ 8 പോർഷൻസ് ആയിട്ടാണ് കരിയർ, ഹെൽത്ത്, റിലേഷൻഷിപ്പ്, വെൽത്ത്, മെന്റൽ, ഇന്റലക്ച്വൽ, സോഷ്യൽ ആൻഡ് സ്പിരിച്വൽ. ഈ 8 മേഖലയിലും നമ്മള് പൂർണ്ണമായിട്ടും നമ്മൾ ഒരേ ലെവലിൽ വരികയാണെങ്കിൽ ഇതിനെല്ലാം ഒരു ബാലൻസ്ഡ് ആയിട്ട് കൊണ്ടുപോയാൽ മാത്രമാണ് ആ ഒരു വീല് ബ്യൂട്ടിഫുൾ ആവുള്ളൂ. ആ വീല് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നമ്മുടെ ആ ഒരു ഹാപ്പി ലൈഫ് എന്നുള്ള ഒരു ജേർണി മനോഹരമാവുള്ളൂ. അപ്പൊ എല്ലാവർക്കും മനോഹരമായിട്ടുള്ള ഒരു ജീവിതം ഈ 8 മേഖലകളിലും ഫോക്കസ് ചെയ്തുകൊണ്ട് 8നെയും ഒരേ രീതിയിൽ എവിടെയാണോ നമ്മുടെ കുറവുള്ളത് അതിനെ ഉയർത്തിക്കൊണ്ടുവരാനും ഒരു ബാലൻസ് ഉള്ള ഒരു ലൈഫ് ഉണ്ടാവാനും എല്ലാവർക്കും നല്ലൊരു ഹാപ്പി ലൈഫ് ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു സൗമ്യ മാം. നല്ല മൈ ലൈഫിനെ കുറിച്ചിട്ട് നല്ല സെഷൻ തന്നെയാണ് മാമിനും ഇവിടെ ഇന്ന് ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. താങ്ക് യു സോ മച്ച്. അപ്പം നിങ്ങൾക്ക് ഇനി നമ്മുടെ ബി മാജിക് മെമ്പേഴ്സിന് ഇന്നത്തെ സെഷന്റെ ഫീഡ്ബാക്ക് പറയാനുള്ള ടൈമാണ്. സോ നിങ്ങൾക്ക് ഹാൻഡ് റൈസ് ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാം. സിന്ധു മാം. മാജിക് മോർണിംഗ്. ഹായ് സൗമ്യ മാം. ഞങ്ങൾ ആദ്യമായിട്ട് കാണണം അല്ലേ? ബി മാജിക്കിൽ ആദ്യമായിട്ടാണോ മാം ക്ലാസ് എടുക്കുന്നത്? അതെ, ബി മാജിക്കിൽ ഫസ്റ്റ് ടൈം ആണ് മാം. ഓക്കെ. നല്ല അടിപൊളി ക്ലാസ് ആയിരുന്നു. കാരണം നമ്മളെ ലൈഫിനെ കുറിച്ച്, ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യണം എന്നുള്ളത് വലിയൊരു വിഷയം തന്നെയാണ് അല്ലേ? കാരണം ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ജീവിതത്തിലൂടെ കടന്നു പോകും. അതിനൊക്കെ തരണം ചെയ്ത് നമ്മൾ നല്ലൊരു ലൈഫ് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ അത് നമ്മൾ തന്നെ ശ്രമിക്കണം, എന്നാൽ തന്നെ നടക്കുള്ളൂ. അപ്പൊ അതിന് ഓരോരോ വഴികൾ എന്തൊക്കെയാണെന്നുള്ളത് മാം അങ്ങനെ 1 by 1 ആയിട്ട് മാം ഇങ്ങനെ പറഞ്ഞു തന്നു. നല്ല ക്ലാസ് ആയിരുന്നു മാം. മാം ഇനി ഞങ്ങളെ ബി മാജിക്കിലേക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടി വരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുമല്ല, ആ ക്ലാസ് എടുക്കുമ്പോ ഉണ്ടായിരുന്ന മാമിന്റെ ആ ഒരു എന്താ പറയാ, ആ ചിരിച്ചും കൊണ്ടുള്ള ആ ഒരു മുഖം കാണുമ്പോ തന്നെ നമുക്കൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ മാം എന്താ പറയാ, ഒരു പ്രത്യേക ഒരു എനർജി. നല്ല ക്ലാസ് ആയിരുന്നു, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഓക്കെ മാം, താങ്ക് യു. താങ്ക് യു സോ മച്ച് സിന്ധു മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു സിന്ധു മാം. റസാക്ഷ. ഓക്കെ, താങ്ക് യു സൗമ്യ മാം. നിങ്ങൾ വന്ന ദിവസം ഒരു കറണ്ടും നെറ്റ്വർക്കും ഒക്കെ ഇല്ലാത്ത ദിവസം, അതുകൊണ്ട് ഞങ്ങൾക്ക് ആർക്കും ക്യാമറ ഓൺ ആക്കാനൊന്നും പറ്റിയിട്ടില്ല. എല്ലാവരും ക്യാമറ ഓൺ ആക്കുന്ന ആളുകളാണ്. പക്ഷെ ഞാനൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കറുത്ത് ദാറും കുറ്റിന്ന് എടുത്താക്കിയിരിക്കുന്നു. കറണ്ട് ഇല്ലാഞ്ഞിട്ടാണ്, ലൈറ്റ് ഇല്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ പലരും ക്യാമറ ഓൺ ആക്കാത്തതും സംസാരിക്കാത്തതും വിഷയം കറണ്ട് ഇല്ല, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ക്ലിയർ അല്ല, സംസാരിച്ചാൽ ക്ലിയർ ആകൂല എന്ന് വിചാരിച്ചിട്ടായിരിക്കും. എന്തായാലും നല്ലൊരു വിഷയമായിരുന്നു. നമ്മൾ ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ വീലാണ് ഉപയോഗിക്കാറുള്ളത് അല്ലെ? ഗോൾ സെറ്റ് ചെയ്യുമ്പോൾ ഈ വീലാണ് ഉപയോഗിക്കാറ്. ഹെൽത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്യണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ളത് സെറ്റ് ചെയ്യും. അതുപോലെ തന്നെ വെൽത്തിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, കരിയറിന് വേണ്ടി എന്തൊക്കെ ചെയ്യണം, ഫാമിലിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യണം, അങ്ങനെ ഓരോന്നും ഈ വീല് ഉപയോഗിച്ചാണ് ചെയ്യാറുള്ളത്. നമുക്ക് ഇതിന്റെ ഹെൽത്ത് ഓരോന്നിന്റെയും ഗോൾ ഇവിടെ സെറ്റ് ചെയ്ത ആളുകളൊക്കെ ഉണ്ട്. 8 ഗോളൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് ഇപ്പൊ സിന്ധു മാം ഒക്കെ അവിടെ ഇരിക്കേണ്ടത്. ആ ക്യാമറ കോണൊക്കെ എന്ത് സുന്ദരിയായിട്ട് ഇരിക്കണ്ടോക്കാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ ഗോൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ദിവ്യ മാം, ഇതൊക്കെ ഈ ക്യാമറ ഒക്കെ ഓണാക്കി ഇരിക്കേണ്ടത് എന്താ കോൺഫിഡൻസ് കൊണ്ട് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. ഇങ്ങനെ ഓരോ ആളുകളും ഓരോ ദിവസം വന്ന് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ആദ്യമായി വന്നതിന് സ്വാഗതം. താങ്ക് യു. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു. താങ്ക് യു റസാഖ് സർ. പ്രീത മാം. ഹലോ, ഗുഡ് മോർണിംഗ് സൗമ്യ മാം.
വളരെ സൂപ്പർ ക്ലാസ്, നല്ലൊരു ക്ലാസ് തന്നെയായിരുന്നു. നമുക്ക് ലൈഫിൽ എങ്ങനെ ഹാപ്പി ആയിട്ട് പോകണം, അതുപോലെ ഹാപ്പി ആയിട്ട് നമ്മുടെ ലൈഫ് കൊണ്ടുപോകണം, അതുപോലെ നമ്മുടെ വെൽത്തിന്റെ കാര്യത്തിലും എല്ലാം മാം ടച്ച് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ട്. കുറച്ച് സമയം കൊണ്ടുള്ളൂന്നുണ്ടെങ്കിലും നമുക്ക് ക്ലിയർ ആയിട്ട് തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം പറഞ്ഞ പോലെ നമുക്ക് കുറച്ചൊക്കെ അങ്ങനെ കട്ടായി പോയി എന്നുണ്ടെങ്കിലും നമുക്ക് കിട്ടാനുള്ളത് എന്തായാലും മാം കറക്റ്റ് ആയിട്ട് തന്നെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓരോ പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് തന്നെ വളരെ നല്ലൊരു ക്ലാസ്. എന്തായാലും മാമിന്റെ ക്ലാസ് ഇനി ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച് പ്രീത മാം. താങ്ക് യു. ഓക്കെ, താങ്ക് യു പ്രീത മാം. അപ്പൊ ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാട്ടോ, കാരണം നമുക്ക് ഒരുപാട് ടൈം ഇനിയും ഉണ്ട്. ദിവ്യ മാം. ഹലോ, മാജിക് മോർണിംഗ്. നല്ലൊരു ക്ലാസ് ആയിരുന്നു എല്ലാ തരത്തിലും. അതായത് നമ്മുടെ ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, എവിടേക്കാണ് നമ്മളുടെ മൈനസ് പോയിന്റ് എന്നുള്ളത് നമുക്ക് തന്നെ സ്വയം ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്ലാസ് ആയിരുന്നു. വളരെ നല്ലൊരു ക്ലാസ് ആയിരുന്നു. അത് സ്പിരിച്വൽ മോഡിലായാലും ഈവണിൻ നമ്മളുടെ ഒരു ഹെൽത്തിലായാലും എല്ലാ കാര്യങ്ങളിലും എവിടെയാണ് നമ്മൾക്ക് പോരായ്മകൾ, എങ്ങനെയാണ് നമുക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് മനസ്സിലാക്കി തരാനായിട്ട് ഈ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞു എന്ന് വേണം പറയാൻ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ദിവ്യ മാം. ഇനിയും വരണം, നല്ലൊരു ക്ലാസ് ആണ്. ഇതുപോലെയുള്ള ക്ലാസ്സുകൾ ഞങ്ങൾക്ക് പുതിയ അറിവുകളുമായിട്ട് തീർച്ചയായിട്ടും ഇനിയും വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. ഓക്കെ, താങ്ക് യു ദിവ്യ മാം. മണി സർ. ഷാജിനോട് ഒന്ന് സംസാരിക്കാൻ പറയട്ടെ. ഷാജൻ കുറെ സർ. ഓക്കെ, വെയിറ്റ്. മണി സർ സംസാരിച്ചോട്ടെ? പറഞ്ഞോളൂ സർ. മാജിക് മോർണിംഗ് മാഡം, സൗമ്യ മാം നല്ലൊരു ക്ലാസ് ആയിരുന്നു, നല്ല പ്രസന്റേഷൻ ആയിരുന്നു. അപ്പോൾ നമ്മൾ ഹാപ്പി ലൈഫിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു നല്ല എക്സാമ്പിളിൽ കൂടെ, അതായത് ആ കുതിരേൻ്റെതും നല്ല കുതിരയാണെങ്കിലും ആ വീല് മോശമായാലും ബാലൻസ്ഡ് അല്ലെങ്കിൽ നമ്മളെല്ലാം ആകെ വിഷമിച്ചു പോകും. അപ്പൊ അതെല്ലാം ഒരു ബാലൻസ് ആയിട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കണം. മാം പറഞ്ഞ പോലെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങൾ, കരിയർ, റിലേഷൻഷിപ്പ്, ഹെൽത്ത്, വെൽത്ത്, മെന്റൽ, ഇന്റലക്ട്, അതെല്ലാം ആയാലും സ്പിരിച്വൽ ആയാലും ശരി, അതിലൊരു ബാലൻസ്ഡ് ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ജീവിതം സക്സസ് ആവും, നമ്മൾ ഹാപ്പി ആവും എന്നുള്ള കാര്യം വളരെ മനോഹരമായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച്. നൈസ് ക്ലാസ്. താങ്ക് യു സർ. താങ്ക് യു. ഫസ്റ്റ് ലാസ്റ്റ് വീഡിയോ ഓൺ ചെയ്ത് സപ്പോർട്ട് ചെയ്തതിന് താങ്ക് യു സോ മച്ച്. താങ്ക് യു. താങ്ക് യു മണി സർ. ഷാജിൻ സർ. മാജിക് മോർണിംഗ് മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. നമ്മള് എല്ലാവരും അതിനു വേണ്ടിയിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, അതിനുള്ള ശ്രമത്തിലാണ്. എല്ലാവർക്കും അത് ഉണ്ടാവട്ടെ. ആ ഒരു ഹാപ്പിനെസ് നമുക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ. എല്ലാ ജീവിതത്തിലും എല്ലാ തുറകളിലും നമുക്ക് എല്ലാവർക്കും അതിനൊക്കെ സാധിക്കട്ടെ. താങ്ക് യു മാം, നല്ലൊരു ക്ലാസ് ആയിരുന്നു. താങ്ക് യു സോ മച്ച് ഷാജൻ സർ. താങ്ക് യു. രഞ്ജിത്ത് ലാൽ, ഒന്ന് വിളിച്ചു നോക്കൂ. രഞ്ജിത്ത് ലാൽ പുതിയ ആളാണ്. താങ്ക് യു ഷാജിൻ സർ. രഞ്ജിത്ത് സർ. ഹലോ രഞ്ജിത്ത് സർ. ഓക്കെ, സവിത മാം. ബഷീർ സർ ക്യാമറ ഓൺ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് എന്തെങ്കിലും പങ്കുവെക്കാനുണ്ടോ? അല്ല, ഞാൻ കുറച്ച് പണിയിലായിരുന്നു. വീഡിയോ ഓഫ് ചെയ്താൽ കുറച്ചും കൂടെ ക്ലിയർ ഉണ്ടാവും വിചാരിക്കുന്നു. വോയിസ് ബ്രേക്ക് വരുന്നു. കേൾക്കാമോ? Am I audible? ഒരു മിനിറ്റ്. സവിത മാമിന്റെ വോയിസ് തോന്നുന്നു. ഹലോ ഹലോ ബഷീർ സർ, ഒരു മിനിറ്റ്. മോശമുണ്ട്. ഹലോ. ഓക്കെ, ഇനി സംസാരിച്ചോളൂ ബഷീർ സർ. ഹലോ. ശരി, കേൾക്കാം. കേൾക്കാമോ? കേൾക്കാം. ഓക്കെ. സൗമ്യ മാം, നല്ല ക്ലാസ് ആയിരുന്നു. ഹാപ്പിനെസ്, നമ്മളെല്ലാരും ഹാപ്പിനെസ് തേടി പുറത്ത് ഇങ്ങനെ നടക്കുകയാണ്. ഹാപ്പിനെസ് നമ്മൾ അകത്ത് തന്നെ ഉണ്ട്. അത് അകത്തുനിന്ന് കണ്ടുപിടിച്ചു കഴിഞ്ഞാല്
എല്ലാവരും അതിന്റെ പിന്നാലെ പായും. ചിലര് പൈസന്റെ പിന്നാലെ പായും, ചിലര് വേറെ സുഖങ്ങളെ പിന്നാലെ പായും. പക്ഷെ ഹാപ്പിനെസ് നമുക്ക് ഉള്ളിൽ തന്നെ ഉണ്ട്. അത് അതിന്റെ മെയിൻ. ഇപ്പൊ ഹാപ്പിനെസ് ഉള്ള ഫിൻലാൻഡൊക്കെ വലിയൊരു സാമ്പത്തികമായിട്ട് വലിയ ഉന്നതി വന്ന രാഷ്ട്രമൊന്നുമല്ല. പക്ഷെ അവരാണിപ്പം മതപരമായിട്ടും അവരത്ര വലിയ ഇതല്ല. പക്ഷെ മതപരമായിട്ട് വലിയ ഇതുള്ള ആൾക്കാർക്ക് ഇത്ര ഹാപ്പിനെസ് ഇല്ല എന്നാണ് ആ ഇൻഡെക്സ് പറയുന്നത്. അപ്പം ഹാപ്പിനെസ് എവിടാന്നുള്ളത് നമ്മൾ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ വളരെ നല്ല 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 പോയിന്റ്സ് ആയിരുന്നു മാം പറഞ്ഞത്. എനിവേ താങ്ക് യു മാം. ഇറ്റ് വാസ് റിയലി വണ്ടർഫുൾ ക്ലാസ്. താങ്ക് യു. താങ്ക് യു സോ മച്ച് ബഷീർ സർ. താങ്ക് യു. ഓക്കെ, താങ്ക് യു ബഷീർ സർ. അപ്പൊ ഇന്ന് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് ഒരുപാട് പേര് അല്ലെ ഇന്ന് ഫീഡ്ബാക്ക് പറഞ്ഞിട്ടുണ്ട്. കാരണം മാം ആ കറക്റ്റ് സമയത്ത് തന്നെ മാമിന്റെ സെഷൻ നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്ത് വൈൻഡപ്പ് ചെയ്തു. അതുപോലെ തന്നെ ഒരുപാട് സമയം നിങ്ങൾക്കും ഫീഡ്ബാക്ക് പറയാനുള്ള സമയം കിട്ടിയിട്ടുണ്ട് അല്ലെ? അങ്ങനെയാണല്ലോ അല്ലെ? ഓക്കെ, പ്രീത മാം സംസാരിച്ചതല്ലേ? ഒരു മിനിറ്റ് ഒരു കാര്യം പറയട്ടെ. സൗമ്യ മാം, ഇപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാല് സമൂഹവുമായിട്ട്, ഞാൻ അംഗൻവാടി ടീച്ചർ ആയതുകൊണ്ട് തന്നെ സമൂഹവുമായിട്ട് ഇറങ്ങി അവരെ ഓരോ കാര്യങ്ങൾ അറിയാനും എടുക്കാനും എനിക്ക് ഭയങ്കര ഇഷ്ടം. പക്ഷെ ജോലിയുടെ ഇടയിൽ നിന്ന് നമുക്ക് അതിന് സാധിക്കില്ല എന്നുള്ള. അപ്പൊ എന്നാലും കിട്ടുന്ന സമയം കൊണ്ടൊക്കെ നമ്മള് അങ്ങനെ ചെയ്യാറുണ്ട്. ഇന്നലെ ഞാനൊരു വീഡിയോ കണ്ടിട്ട അതെനിക്ക് ഭയങ്കര സങ്കടം തോന്നിയൊരു വീഡിയോ ആയതുകൊണ്ടട്ടെ ഷെയർ ചെയ്യുന്നത്. ഒരമ്മയും കുട്ടിയും കൂടി ഇങ്ങനെ റോഡ് മുറിച്ച് കടക്കാൻ നോക്കുമ്പോ നല്ല വെയിലുള്ള സമയം. അതിൽ ഈ കുട്ടിയുടെ കാലിൽ ചെരുപ്പില്ല. അപ്പൊ അമ്മയുടെ കാലിൽ ചെരുപ്പുണ്ട്. അമ്മ കുഞ്ഞിത്തിരി ഹൈറ്റ് ഉള്ള കുട്ടി. അപ്പൊ അതിനെയും വലിച്ചോണ്ട് ഇങ്ങനെ ഓടുകയാണ്. അപ്പൊ ഒരാള് ബൈക്കുമ്പോ അങ്ങോട്ട് വന്ന് നിന്നിട്ട് അയാളെന്നും ഇത് ശ്രദ്ധിക്കണ്ടാവായിരിക്കും ഈ അമ്മമാനെ. അതുകൊണ്ടായിരിക്കുമല്ലോ പെട്ടെന്നൊരു ഒന്ന് കണ്ടപ്പോ ആ കുട്ടിക്ക് ഒരു ചപ്പല്, അതുപോലെ തന്നെ അതിനൊരു ജോഡി ഡ്രസ്സ്, അതിന് സ്നാക്സ്, അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടിയിട്ട് അവര് കൊടുത്തിട്ട് ഇങ്ങനെ അയാൾ തന്നെ ഇട്ട് കൊടുക്കുക, ചെരുപ്പിട്ട് കൊടുക്കുക. ഇതൊക്കെ കണ്ടപ്പോ ആ കുഞ്ഞു മനസ്സിൽ അവന്റെ സന്തോഷം എന്താണെന്നുള്ള അവന്റെ മുഖത്ത് കാണാൻ പറ്റി നമുക്ക്. അത് കണ്ടപ്പോ സത്യം ഇമോഷണൽ ആയിട്ട് എനിക്ക് ഭയങ്കര എന്തോ മാതിരി തോന്നിയിട്ടാ. അങ്ങനെയൊക്കെ സഹായിക്കാനൊക്കെ എനിക്ക് നല്ല ഇഷ്ടമാണ്. കാരണം അങ്ങനെയൊക്കെ ഓരോരുത്തരെ കണ്ടാൽ നമുക്ക് ഇങ്ങനെ അതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യം കേട്ടാ. എന്റെ ലൈഫിലേക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം മറ്റുള്ളവരെ എങ്ങനെയും സഹായിക്കണം. മറ്റുള്ളവരുടെ വിഷമങ്ങൾ കാണുമ്പോൾ അവരെ ഇനിയിപ്പോ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിലും സഹായിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മള് ഇപ്പോഴത്തെ ഒരു എന്താ പറയാ കുറച്ചൊന്നും കൂടി ഒന്ന് ലെവലായി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് എനിക്ക്. അപ്പൊ ഇന്നലെ വീഡിയോ കണ്ടപ്പോ ഭയങ്കര സങ്കടം തോന്നിയിട്ട് അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അപ്പൊ ഇതുപോലത്തെ ഒക്കെ ഒരു മനസ്സ് എല്ലാവർക്കും വേണം. അതുപോലെ തന്നെ ഭക്ഷണം, ഒരു നേരം ഒരാള് ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുമ്പോ അവരെ വയറ് നിറച്ച് ഒരു ജീവിതത്തില് ഒരു കാര്യം മാത്രമേ ഒരാള് വേണ്ടാന്ന് പറയുള്ളൂ അല്ലെ? ഭക്ഷണമാണത്. വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിനി വേണ്ടാന്ന് പറയണത് ഭക്ഷണം മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മളെ കൊണ്ട് ഒരാൾക്ക് ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിയുക, അതൊക്കെ തന്നെ നമ്മളെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ പുണ്യപ്രവൃത്തികളാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാനിട്ടാ. എല്ലാരും അങ്ങനെ ആയിരുന്ന നന്നായെന്ന് എനിക്ക് തോന്നുകയാണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. ഓക്കെ മാം. നല്ല മനസ്സിന് നല്ലതുണ്ടാവട്ടെ. താങ്ക് യു. ഓക്കെ സിന്ധു മാം, താങ്ക് യു. അപ്പൊ ഇനി എന്താ നമുക്ക് ചെയ്യേണ്ടത്? വൈൻഡപ്പ് ചെയ്യണോ അതോ ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? റസാഖ് സർ എന്തെങ്കിലും പറയുന്നുണ്ടായിരുന്നോ? അൺമ്യൂട്ട് ആയിട്ടില്ല കേട്ടോ. മ്യൂട്ട് ആണ്. സംസാരിക്കാനുള്ളവര് സംസാരിക്കട്ടെ, ഇല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. അവര് മുന്നോട്ട് വരട്ടെ അല്ലേ? അതെ അതെ അതെ, ഒരുപാട് പേര് ഞാൻ പേര് വിളിച്ചിട്ടുണ്ട്. അപ്പൊ അവര് ഈ സംസാരിച്ചിട്ടില്ല. രഞ്ജിത്തിലാലൊന്നും വന്നില്ല കേട്ടാ, വിളിച്ചിട്ട് ഓക്കെ, ഒന്ന് വന്ന് അങ്ങനെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഇതില് ഹാൻഡ് റൈസ് ചെയ്യാതെ നിങ്ങൾക്ക് സംസാരിക്കണം എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാം. പേര് സവിത വിളിക്കാത്തവരാണെങ്കിൽ. കൊറേ ആയല്ലോ സംസാരിച്ചിട്ട്. സവിത മാം അൺമ്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് എന്തോ മൈക്കിന്റെ പ്രശ്നം എന്തോ ഉണ്ട് തോന്നുന്നു. സൗണ്ട് സംസാരിക്കാറുണ്ട്. അതെ, യെസ്. ഓക്കെ, അപ്പൊ ഇനി ആർക്കെങ്കിലും സംസാരിക്കാനുണ്ടോ? ഉണ്ടെങ്കിൽ പെട്ടെന്ന് പറയാം, ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഷൈനി മാം
സൗമ്യ മാം ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ടോ? സൗമ്യ മാം? ഓക്കെ. Yes. എനിക്ക് ഇതിലേക്ക് ബിമാറ്റിലേക്ക് ഒരു കണക്ഷൻ തന്നത് എൻ്റെ ഒരു ഫ്രണ്ടാണ് റെയ്ഹാന. റെയ്ഹാനെ കൂടെ ഈ ഒരു ആബ്സെൻസിലും റെയ്ഹാനയോടുള്ള നന്ദി കൂടെ സ്നേഹം കൂടെ ഈ ഒരു അവസരത്തിൽ അറിയിക്കുകയാണ്. അതുപോലെ ഇതിലേക്ക് വേണ്ട എനിക്ക് കറക്റ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്തു തന്നത് അജിഷ ജ്യോതി മാഡമാണ്. മാഡത്തിനും പ്രത്യേകം നന്ദി. താങ്ക് യു ബി മാജിക് വൺസ് അഗൈൻ. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ. അഡ്വക്കേറ്റ് എല്ലാ റെഹാൻ മുഹറം ആശംസകളും. അഡ്വക്കേറ്റ് റെഹാനത്താണോ? അഡ്വക്കേറ്റ് റെഹാനത്താണോ ചെയ്തത്? എന്തായിരുന്നു മാം സർ? അഡ്വക്കേറ്റ് റെഹാനത്താണോന്ന് കേട്ടിട്ടില്ല. റെയ്ഹാന മണ്ണാർക്കാട്. ആ അതെ. ഓക്കെ ഓക്കെ. ഓക്കെ, യെസ്, താങ്ക് ഒന്ന് യു ബി വൈൻഡ് മാജിക്. ഓക്കെ. അപ്പൊ നമുക്ക് എന്നാ ഇനി വൈൻഡപ്പ് ചെയ്യാം. ഇനി ആർക്കും സംസാരിക്കാനൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ ഈ ഒരു സെഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്തിട്ടുള്ള സൗമ്യ മാമിനും അതുപോലെ തന്നെ ഇന്നത്തെ സെഷൻ അറ്റൻഡ് ചെയ്തിട്ടുള്ള എല്ലാ ബി മാജിക് മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ. താങ്ക് യു അജിഷ. താങ്ക് യു മാം. താങ്ക് യു ഓൾ. Thank you, ma'am. Thank you all. Thank you all. താങ്ക് യു ഓൾ. ദിവ്യ പിന്നെ ചെറിയ കുട്ടിയായിട്ട് വരുന്നുണ്ടല്ലോ.